ഇവിടെ ഏറ്റവും നല്ല മത്സരാർത്ഥി ഒന്ന് ജിൻഡോ ആണെന്നാണ് സാബു മോൻ ശ്വേതയോട് പറഞ്ഞത്. ഒന്ന് ജാസ്മിനും. അപ്പോൾ ശ്വേതാമേനോൻ പറയുന്നുണ്ട്, ജാസ്മിൻ്റെ ഹൈറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇംപ്രസ്ഡ് ആയി, എന്ത് ബ്യൂട്ടിയാണ് എന്ന് ശ്വേതാമേനോനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ തിരിച്ച് സാബുമോൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികൾ ജിൻഡോയും ജാസ്മിനും മാത്രമേ ഉള്ളൂ. ഇന്നലെ ജിൻഡോയ്ക്ക് ഒരു കോണ്ടന്റും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഓർമ്മ ഇട്ട് കൊടുത്തു. കാരണം അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ജോലിയും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിൻഡോയും ജാസ്മിനും അവർ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മറ്റ് മത്സരാർത്ഥികളൊന്നും ഒന്നുമല്ലാതെ ആകുമെന്ന് ഞാൻ മറ്റ് മത്സരാർത്ഥികളോട് തന്നെ പറഞ്ഞു എന്ന് സാബുമോൻ പറയുന്നുണ്ട്. കാരണം നല്ല ചൊറിയാണ് ജാസ്മിനൊക്കെ, അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ജിൻഡോയും വിട്ടുകൊടുക്കില്ല. അപ്പോൾ ജിൻഡോയും ജാസ്മിനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം പെട്ടെന്ന് ഔട്ടായി പോകുമെന്ന് സാബുമോൻ ശ്വേതയോട് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫൈനൽ 5-ലെ 2 പേര്, ഒന്ന് ജിൻഡോയും ഒന്ന് ജാസ്മിൻ തന്നെയാണ്. പക്ഷേ ശ്വേതാമേനോൻ നേരിട്ട് ജാസ്മിനോട് പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര സത്യസന്ധമായിട്ട് പറയുകയാണ്, ജാസ്മിൻ ഒരു ബെസ്റ്റ് പ്ലെയറാണ്, നല്ല കളിക്കുന്ന ഒരു ഗെയിമറിൽ ഒരാളാണ് ജാസ്മിൻ നന്നായിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ആ ദേഷ്യം കൂടെ ഒന്ന് കുറച്ചാൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വളരെ ഈസി ആയിരിക്കുമെന്ന്. അതായത് ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്താൽ, സംസാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ എളുപ്പത്തിൽ കപ്പടിക്കാൻ പറ്റുമെന്ന് ജാസ്മിനോട് ശ്വേതാമേനോൻ പറയാതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ടീമൊന്നും അനങ്ങുന്നില്ല, പവർ ടീമിലുള്ളവരെല്ലാവരും മടിയന്മാരാണെന്ന് സാബു പറയുന്നുണ്ട്. അവരൊക്കെ വെറുതെ ആ റൂമിൽ കയറി ഇരിക്കുന്നുള്ളൂ. അപ്പം തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് ശ്വേതാമേനോൻ ചോദിക്കുന്നുണ്ട്, നന്ദന എൻ്റെ നാട്ടുകാരിയാണല്ലോ, അപ്പോൾ നന്ദന നല്ലല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. അപ്പം പറയുന്നുണ്ട് ഒച്ചവിളി മാത്രമേ ഉള്ളൂ എന്ന് സാബു പറയുന്നുണ്ട്. നന്ദന ഒന്നിനും ഇടപെടുന്നില്ല, ഒരു സ്പേസ് കിട്ടാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ നന്ദനയ്ക്ക് ഉച്ചവിളി മാത്രം, ഒച്ചത്തി പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ചലഞ്ചേഴ്സായിട്ടുള്ള സാബുമോനും ശ്വേതാമേനോനും വന്ന് പോകുമ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് പിടികിട്ടും ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നത് ജാസ്മിൻ ആണെന്നും അതുപോലെ തന്നെ ജിൻഡോ ആണെന്നും. ജാസ്മിൻ അത് ശരിക്കും മനസ്സിലായ ഒരു മട്ടാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.